പിന്നെ എന്നോട് ചോദിച്ചു ഇങ്ങനെ പേരോട് ഉസ്താദിന് ഡ്രൈവറില്ല ഇനി പോരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോരാ. ഈ കോലത്തിൽ ആക്കിയത്, ഈ കോലത്തിൽ ഞാൻ ആയത് ഉസ്താദാണ്. ഹജ്ജിന് പോകുമ്പോൾ ആ കാലത്ത് പിന്നെ 80,000 റുപ്യ ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഓടിച്ച കൂട്ടത്തിൽ ഏറ്റവും സുഖമുള്ള വണ്ടി കോളീസായിരുന്നു ഡ്രൈവിങ്ങിന്. എത്ര നേരം വൈകി വന്നാലും പരമാവധി കുട്ടികളെ ക്ലാസ് എടുക്കാൻ ഉസ്താദ് ഭയങ്കര താല്പര്യം കാണിക്കും. ഉസ്താദുകൾ കണ്ടതല്ലാതെ ഉസ്താദ് പറയൂല. ഉസ്താദിന് ഒരു വിഷയം പറയണമെങ്കിൽ ഉസ്താദ് നേരിട്ട് കാണണം. ഇവിടെ വന്നാൽ ഭയങ്കര സ്വീകരണം. അതായത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള സ്വീകരണമാണ്. അന്നൊരു സുമോ ആയിരുന്നു, ടാറ്റ സുമോ. AC ഒന്നും ഇല്ലാത്തൊരു ടാറ്റ സുമോ. ഞങ്ങൾ അതില്ലാത്ത യാത്രയിൽ ഒരു വിഷമം കാണുമ്പോൾ വണ്ടി ഒന്ന് ഞാൻ ചവിട്ടിയപ്പോൾ എറിഞ്ഞ് വണ്ടി അന്ന് ഫോർച്യൂണറാണ്, പുതിയ വണ്ടിയാണ്. എറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ചത്. ഒരു മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് എനിക്ക് അനുഭവപ്പെട്ടില്ല ഇതുവരെ ഇത്ര കാലമായിട്ട്. മാദിൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഷെയ്ഖുന പേരോട് ഉസ്താദിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ സാരഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കഴിയുന്ന ഒരാളാണ് ഇന്ന് നമ്മളുടെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറ്റ്യാടിക്കാരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ക, അവരുടെ ഭാഷയിൽ പറഞ്ഞ അന്ത്രുക്ക അല്ലേ. അസ്സലാമു അലൈക്കും. മാദിൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ 30 വർഷമായിട്ട് ഉസ്താദിൻ്റെ കൂടെ ഉള്ളതാണ്. അതെ, 1994 മുതൽ ഉസ്താദിൻ്റെ കൂടെ ഡ്രൈവറായിട്ട്, സാരഥി എന്ന് പറഞ്ഞാൽ ഡ്രൈവറായിട്ട് തന്നെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഉസ്താദിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് 94 മുതലാണ് ഡ്രൈവറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഡ്രൈവർ ഇതിലേക്ക് തസ്തികയിലേക്ക് എത്തുന്നത്? ഉസ്താദിന് ആദ്യം 2-3 ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരാൾ അംബാസഡർ ആയിരുന്നു വണ്ടി. ആ വണ്ടി ചെറിയ ആക്സിഡൻ്റായി. അപ്പോൾ അത് കഴിഞ്ഞാണ് ഉസ്താദ് ഗൾഫിലേക്ക് പോയിരുന്നു. പിന്നെ ആ വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയി പണിയൊക്കെ കഴിപ്പിച്ച് കൊണ്ടുവച്ചപ്പോൾ ഡ്രൈവറില്ല. അങ്ങനെ TT ഉസ്താദ്, TT അബൂക്കർ ഫൈസി എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ സ്റ്റാഫായിരുന്നു. മൂപ്പരും വേറൊരാളും കൂടി നമ്മളെ നാട്ടിൽ വന്ന് എന്നെ കണ്ടു. എന്നോട് പറഞ്ഞു ഇങ്ങനെ പേരോട് ഉസ്താദിന് ഡ്രൈവറില്ല ഇനി പോരുമെന്ന് ചോദിച്ചു. നിങ്ങളിതിനു മുന്നേ ഡ്രൈവർ? ഞാൻ അതിൻ്റെ മുമ്പ് ടാക്സിയിലായിരുന്നു. ടാക്സി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. അതെ, 94 ആണ് ഞാൻ 87 എൻ്റെ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. 987 മുതൽ പിന്നെ അന്ന് പെട്രോൾ ജീപ്പിലായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പെട്രോൾ ജീപ്പിലായിരുന്നു ഞാൻ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പെട്രോൾ ജീപ്പിൽ, മുറിയൻ ജീപ്പിലായിരുന്നു. അതിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഡീസൽ വണ്ടിയിലേക്ക് കയറി. ഡീസൽ വണ്ടിയിൽ നിന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തത്. പിന്നെ പോയതും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പെട്രോൾ വണ്ടിയില്ല, പെട്രോൾ ജീപ്പിൽ. ഇപ്പം പെട്രോൾ ജീപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും കൂടിയായിരുന്നു. അങ്ങനെ പിന്നെ അപ്പം ഞാൻ ടാക്സി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ചെറിയൊരു അങ്ങാടിയാണ്, കായക്കൊടി അങ്ങാടി എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഇവർ വന്ന് കണ്ടു. പിന്നെ എന്നോട് ചോദിച്ചു ഇങ്ങനെ പേരോട് ഉസ്താദിന് ഡ്രൈവറില്ല ഇനി പോരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോരാ, റെഡിയാണ്. അതാണ് റെഡിയാണ്. അപ്പോൾ ഉസ്താദ് നാട്ടിലില്ല. അപ്പം ഉസ്താദ് നാട്ടിൽ വന്നാൽ ഞാൻ അറിയിക്കാം, അപ്പം വരണമെന്ന് തന്നെ. അങ്ങനെയാണ് ഉസ്താദിൻ്റെ കൂടെ കയറുന്നത്. പിന്നീട് അങ്ങോട്ട് 30 വർഷത്തോളം 30 വർഷത്തിൻ്റെ ഇടയ്ക്ക് കുറഞ്ഞൊരു കാലം എനിക്ക് വീട്ടിൽ ചില വിഷയങ്ങളുള്ളതുകൊണ്ട് കുറച്ചൊരു ഇടവേള ഇല്ലാണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ കുറച്ച് അവിടെ ലൈൻ ബസ്സിൽ, വടകര തൊട്ടിൽ പാലം പോകുന്ന ബസ്സിൽ ഡ്രൈവറായിട്ടും, പിന്നെ പിക്കപ്പ് ലൈറ്റർ കഴിഞ്ഞ് പിന്നെയും രണ്ടാമത് ഉസ്താദിൻ്റെ അടുത്ത് തന്നെ കയറിയത്. പിന്നെ ഇറങ്ങിയിട്ടില്ല. അത്യാവശ്യം എല്ലാ വണ്ടികളും നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഏകദേശം വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ലോറി, ബസ്, ജീപ്പ്, പിക്കപ്പ്, ഓട്ടോറിക്ഷ പോയിട്ടില്ല. ബൈക്കുണ്ട്, എല്ലാ ബൈക്കും ഓടിക്കും. ഇപ്പോൾ ഒരു സ്കൂട്ടിയാണ് വീട്ടിൽ പോകാൻ വരാനോ സ്കൂട്ടി. ഇപ്പം ഈ കാലയളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ കേരള യാത്രയിൽ ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്ര കഴിഞ്ഞതിൽ മൂന്നാം കേരള യാത്രയിൽ ഉസ്താദിൻ്റെ ഡ്രൈവറായിരുന്നു, പേരോട് ഉസ്താദിൻ്റെ ഡ്രൈവറായിരുന്നു. 2ാം കേരള യാത്രയിലും ഉസ്താദിൻ്റെ കൂടെയായിരുന്നു. 1ാം കേരള യാത്രയിലും ഉസ്താദിൻ്റെ. ഈ 3 കേരള യാത്രയിലും ഉസ്താദിൻ്റെ കൂടെ തന്നെയാണ്. അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നു വേറെ ആർക്കും അങ്ങനെ ഒരു ഉസ്താദിൻ്റെ ഡ്രൈവറായിട്ട് ഇങ്ങനെ പോകാനുള്ള വലിയ ഭാഗ്യം തന്നെയാണ്. ഉസ്താദിൻ്റെ കൂടെ, കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ 3 കേരള യാത്രകളിലും. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാം. അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യ കേരള യാത്രയിൽ ലത്തീഫ്ക്കായിരുന്നു ഉസ്താദിൻ്റെ ഡ്രൈവർ. കാന്തപുരത്തുള്ള പൂനൂരിലെ ഉസ്താദിൻ്റെ AP ഉസ്താദിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ലത്തീഫ്ക്കായിരുന്നു. അന്ന്
ഇസുസു ട്രൂപ്പറായിരുന്നു വണ്ടി, ആ മൂപ്പര വണ്ടി. എനിക്ക് തോന്നുന്നു നമ്മളെ വണ്ടി ഒന്നുകിൽ കോളീസ്, നമ്മളിങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ഒന്നുകിൽ കോളീസ് അല്ലെങ്കിൽ ഇന്നോവ ആണ് എന്ന് തോന്നുന്നു അന്നത്തെ. അല്ലെങ്കിൽ ഓപ്പൽ ആസ്ട്ര ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു, ഓപ്പലിൻ്റെ, പിന്നെ ജർമ്മൻ മോട്ടോഴ്സിൻ്റെ ഒരു വണ്ടിയില്ല. അതാണോ എന്ന് സംശയമുണ്ട്, നല്ല ഓർമ്മയില്ല. അതിലിങ്ങനെ നല്ല രസമായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ, പിന്നെ വാളണ്ടിയേഴ്സും പിന്നെ SSFകാരും SVSകാരും. നല്ലൊരു യാത്രയായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. നല്ല ഒരു ആത്മീയതയുള്ള യാത്രയായിരുന്നു ഒന്നാം കേരള യാത്ര. അത് തന്നെ രണ്ടാം കേരള യാത്രയ്ക്ക് പിന്നെ നമ്മളവിടെയുള്ള തൂവക്കുന്നുമുള്ളൊരു ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവന് ദുബൈയിലാണ്. അവൻ്റെ ഒരു പുതിയ വണ്ടി ഉണ്ടായിരുന്നു, GMC. അത് കേരള യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് കൊണ്ടുവന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്. അതാണ് ഉസ്താദ് അന്ന് കേരള യാത്രയ്ക്ക് അന്ന് ഉപയോഗിച്ച വണ്ടി. അതിലായിരുന്നു യാത്ര. നല്ല റാഹത്തുള്ള യാത്രയായിരുന്നു. മൂന്നാം കേരള യാത്രയ്ക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ ആദ്യം മംഗലാപുരത്ത് നിന്ന് ദിയാറത്ത് കഴിഞ്ഞ്, ഉള്ളാർന്ന് ദിയാറത്ത് കഴിഞ്ഞ് കാസർഗോഡ് നിന്ന് തുടങ്ങിയാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഞാൻ കൂടുന്നത്. കാസർഗോഡ് നിന്ന് ഞാനില്ല. അത് കാരണം അവിടെ പിന്നെ ഒരാളൊരു വണ്ടി എടുത്തപ്പോൾ ഉസ്താദിനോട് പറഞ്ഞ്, പിന്നെ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ നമ്മളെ വണ്ടിയിൽ യാത്ര ചെയ്യണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് എന്നാൽ പിരിഞ്ഞ് കണ്ണൂരിൽ നിന്ന് നമുക്ക് കൂടിയാൽ മതി. അങ്ങനെ കണ്ണൂരിൽ നിന്നാണ് കൂടുന്നത്. ഈ ഇപ്പം യാത്രകളിൽ ഇപ്പം മൊത്തം എല്ലാ യാത്രകളിലും ഉസ്താദിൻ്റെ കൂടെയുള്ള എല്ലാ യാത്രകളിലും ഉസ്താദിൻ്റെ ഒരു യാത്രകളിൽ ഉസ്താദ് എങ്ങനെയായിരിക്കും? ഉസ്താദിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെ നമുക്കറിയാം, ഉസ്താദ് കിതാബിലും ഇതിലൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള യാത്രകളിൽ ഉസ്താദ് എന്താണ്? ഉസ്താദ് പിന്നെ ഇതന്നെ ഈ യാത്രയിലൊക്കെ കിതാബിൻ്റെ വിഷയത്തിലല്ല, ഉസ്താദിൻ്റെ യാത്രേൻ്റെ കാര്യങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറവൂര് വരും, വിളിക്കും. പിന്നെ മജീദ് മാഷ് വിളിക്കും. യാത്ര എങ്ങനെ പോകണം, എങ്ങനെ വരണം എന്നുള്ള. പിന്നെ ഓരോ സ്വീകരണ സ്ഥലത്തെത്തുമ്പോൾ ഖലീൽ തങ്ങളുപ്പാപ്പയും ഉസ്താദും കൂടെ ഇറങ്ങി പിന്നെ കാന്തപുര ഉസ്താദിൻ്റെ കൈ പിടിച്ച് അങ്ങനെ ഒന്നിച്ച് സ്റ്റേജിൽ അതിന്. പിന്നെ ഇതന്നെ യാത്രയായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ അതിൻ്റെ ഷെഡ്യൂളുകളാണ്, അതിൻ്റെ വിഷയങ്ങൾ സംസാരിച്ച് ഇങ്ങനെ പോവുക ചെയ്യാം. ഉസ്താദായിട്ടുള്ളൊരു ആത്മബന്ധം ഏകദേശം ഈ 30 വർഷത്തിൻ്റെ ബന്ധം എന്തായാലും ഉണ്ടാവും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് ഞാൻ ടാക്സി എന്നാണ് വരുന്നത്, ടാക്സി വണ്ടിയിൽ നിന്ന് വരികയാണല്ലോ. അപ്പോൾ ടാക്സി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കോലത്തിൽ ഞാൻ ആയതും ഉസ്താദാണ്. എൻ്റെ എല്ലാം, എനിക്ക് വാപ്പയില്ല, വാപ്പ കുറേ മുമ്പേ മരിച്ചതാണ്. അപ്പോൾ എൻ്റെ ഈ വളർച്ചയുടെയും എൻ്റെ പിന്നെ ഈ കോലത്തിൻ്റെ തന്നെ എന്ന് പറയാം, ഈ വേഷത്തിൻ്റെ കാരണം തന്നെ ഉസ്താദാണ്. നമ്മൾ കണ്ട് ഒരു പാൻറ്റും ഒരു കളി ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു കാലമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി പിന്നെ ഒരു സന്തോഷമുള്ളൊരു വേഷവും ഒരു കോലും ഒക്കെ ആയത് ഉസ്താദ് തന്നെയാണ്. അതിൻ്റെ ഫുള്ളായിട്ട് ഉസ്താദ് തന്നെയാണ് എല്ലാ കാര്യവും. ഇപ്പം 94 ഹജ്ജിന് പോകാൻ കാരണം തന്നെ ഉസ്താദാണ്. ഹജ്ജിൻ്റെ എല്ലാം റെഡിയാക്കി തന്നതൊക്കെ ഉസ്താദാണ്. 2007 പോയി. ഗവൺമെൻറ്റിൽ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ കൊടുത്തു, പാസ്സായി. ഞാനും ഭാര്യയും ഉമ്മയും 3 ഒരു കവറിൽ കൊടുത്തു. പിന്നെ വേറെ 2 ആളുണ്ടായിരുന്നു, 5 കവറിൽ കൊടുത്തു, 5 പാസ്സായി. അന്ന് ഹജ്ജിന് പോകുമ്പോൾ ആ കാലത്ത് പിന്നെ 80,000 റുപ്യ ആയിട്ടേ ഉള്ളൂ. 2007 80,000 നമ്മൾ അടച്ചിട്ട് പിന്നെ അതിൽ നിന്ന് 2050 റിയാൽ നമുക്ക് തിരിച്ചവിടുന്ന് തന്നു. അതായത് 20,500 റുപ്യ, അന്നത്തെ 60 റുപ്യ ആയിട്ടേ ഉള്ളൂ. പിറ്റേത് 2007 ഡിസംബറിലായിരുന്നു അത് അന്ന് ഹജ്ജ്. പിന്നെ ജനുവരിയിലാണ് തിരിച്ച് വരുന്നത്. 2008 ആകുമ്പോഴത്തേക്ക് പിന്നെ 1,00,000 മുകളിൽ പോയി. പിന്നെ കാര്യക്കാർ പോയി. ഒക്കെ നമുക്കൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ ഹജ്ജിന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ. നമ്മളെ പശ്ചാത്തലം നോക്കിയാൽ അതിനൊക്കെ കാരണം സാധനം ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നതും കൂടി പറയാം. നമ്മളാഗ്രഹം നമുക്കിപ്പോൾ ഒരു ഗൾഫിൽ പോയി സമ്പാദിക്കാനോ അതിനൊന്നും എനിക്ക് നമ്മളെ ആഗ്രഹം എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ കൂടെ തന്നെ ഒന്നുകിൽ ഇവിടുന്ന് ഇതിൽ നിന്ന് മരിച്ചു വരിക, അല്ലെങ്കിൽ നമുക്ക് ആഫിയത്തിലാണ് അമ്മ പോലെ ഇപ്പോഴെന്ന് പറഞ്ഞ് വിടുക
എന്നിട്ട് പോരുകയെന്നല്ലാതെ ജീവിതകാലം മുഴുവൻ ഉസ്താദിൻ്റെ കൂടെ പോകണമെന്നുള്ള ആഗ്രഹം. ഇൻഷാ അല്ലാ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ 94 മുതൽ തുടങ്ങിയ കാലഘട്ടം മുതൽ ഉസ്താദിൻ്റെ വണ്ടികൾ ഏതൊക്കെയാണ്? വണ്ടി ആദ്യം ഒരു അംബാസഡർ ആയിരുന്നു. അതിൻ്റെ ശേഷം കുറച്ച് ദിവസം ഒരു പിന്നെ എസ്റ്റീം, മാരുതിൻ്റെ എസ്റ്റീം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടാറ്റ സീറ ഉണ്ടായിരുന്നു കുറേ കാലം, ടാറ്റൻ്റെ സീറ. പിന്നെ ഓപ്പൽ ആസ്ട്ര ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗൾഫിൻ്റെ 2 കൊറോള ഉണ്ടായിരുന്നു, ടൊയോട്ട കൊറോള ഗൾഫിൻ്റെ. ഇവിടുത്തെ അല്ല, ഗൾഫിൻ്റെ. ഇപ്പം ഇവിടെ ഇറങ്ങുന്നതല്ല, ഗൾഫിൽ നിന്ന് ഇറങ്ങിയ വണ്ടി, അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന വണ്ടി. അത് ഗൾഫിൻ്റെ ആണെങ്കിലും പിന്നെ റൈറ്റ് ആൻഡ് ഡ്രൈവ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് അല്ല. പിന്നെ അത് കഴിഞ്ഞാൽ കോളീസായി. കോളീസ് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം ഇപ്പോഴും ഉണ്ട് കോളീസ് അവിടെ ഇപ്പോൾ ഉണ്ട്, നമ്മൾ ഒഫീഷ്യൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇന്നോവ, പിന്നെ അതിലിടക്ക് ടാറ്റ സഫാരി ഉണ്ടായിരുന്നു കുറേ കാലം. പിന്നെ ഇന്നോവ കുറേ കാലം ഉപയോഗിച്ചു. ആദ്യം ഒരു പഴയതുണ്ടായിരുന്നു, പിന്നെ ഒരു പുതിയ എടുത്തു. പിന്നെ ഫോർച്യൂണർ ഉണ്ടായിരുന്നു കുറേ കാലം. ഫോർച്യൂണർ, അതായത് ഇവിടെ കോഴിക്കോട് അമാന ടൊയോട്ടയിൽ നിന്ന് 6ാമത്തെ വണ്ടി ഇറങ്ങിയ ഉടനെ, ഫോർച്യൂണർ ഇറങ്ങിയ ആ സമയത്ത് 6ാമത്തെ വണ്ടി നമ്മളായിരുന്നു എടുത്ത്, പുതിയ വണ്ടി എടുത്ത്. ഇത് കൊടുത്ത പിന്നെ പുതിയ ഇന്നോവ തന്നെ എടുത്ത്. ഇപ്പം ബെൻസാണ്, പിന്നെ ഒരു ഐക്രോസ് ഉണ്ടായിരുന്നു. അതെ. ഇപ്പം ഇത്രയും വണ്ടികളൊക്കെ ഓടിക്കുന്നതല്ലേ, ഇത്രയും വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഓടിക്കാൻ ഏറ്റവും സുഖമുള്ള വണ്ടി ഏതൊക്കെയാണ്? ഏറ്റവും സുഖമുള്ളത്, നമ്മൾ ഓടിച്ച കൂട്ടത്തിൽ ഏറ്റവും സുഖമുള്ള വണ്ടി കോളീസായിരുന്നു ഡ്രൈവിങ്ങിന്. അത് അതായത് കോളീസിൻ്റെ ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഈ വണ്ടി ഒരു നിൽക്കാനൊരു സ്ഥലം, ഒരു വീതിയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോരാ വണ്ടി. അങ്ങനത്തെ അതിൻ്റെ സ്റ്റെയറിങ്ങും അതിൻ്റെ ബ്രേക്കും ഒക്കെ ആ കോലത്തിലാണ്. പിന്നെ ഇത് ബെൻസും നല്ല വണ്ടിയാണ്. ബെൻസും പിന്നെ ഓടിക്കാനും ഡ്രൈവിങ്ങിനും യാത്രക്കൊക്കെ നല്ല വണ്ടിയാണ് ബെൻസും. പിന്നെ ഇന്നോവ, ടൊയോട്ടേൻ്റെ വണ്ടികളെല്ലാം പിന്നെ നല്ല വണ്ടികൾ തന്നെയായിരുന്നു. ഇപ്പം ഉസ്താദുമായിട്ട് ദൂരയാത്രകളൊക്കെ ഉണ്ടാവുമല്ലോ, ദൂരയാത്രകൾ, ഒരുപാട് നേരത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം സമയങ്ങളിൽ വണ്ടിയിൽ ഉസ്താദ് എങ്ങനെയൊക്കെയാരും അങ്ങനെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച്, അതോ ഉസ്താദിൻ്റെ കിതാബും കാര്യങ്ങളൊക്കെ? ഒന്നുകിൽ കിതാബ്, അല്ലെങ്കിൽ സംഘടനാ വിഷയങ്ങൾ അതിലേർപ്പെടും, അല്ലെങ്കിൽ സ്ഥാപനമായിട്ടുള്ള പിന്നെ വിഷയങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ ഓരോരോ ചർച്ചകൾ ഇങ്ങനെ നടക്കും വണ്ടിയിൽ. മാട്ടൂൽ മനുഷ്യയിൽ പരിപാടിക്ക് പോകുമ്പോൾ പിന്നെ പയങ്ങാടി കഴിഞ്ഞ് കുറച്ചപ്പുറത്തിയപ്പം കുറേ ആൾ സ്വീകരിക്കാൻ സൈക്കിളിൻ്റെ മുകളിൽ SSFR കൊടിയൊക്കെ കുത്തി സ്വീകരിച്ച് കൊണ്ടുപോയി നമ്മളെ. അങ്ങനെ അവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ, അന്ന് ഭയങ്കര ഫൈറ്റുള്ള സമയമാണ്, തിരിച്ച് വരുമ്പോൾ മനുഷ്യൻ കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തിയരെ ഒരാൾ എന്തോന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ വണ്ടി ഒന്ന് ഞാൻ ചവിട്ടിയപ്പോൾ എറിഞ്ഞ് വണ്ടി അന്ന് ഫോർച്യൂണറാണ്, പുതിയ വണ്ടിയാണ്, എറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ചു അന്ന്. അങ്ങനെ പറയുമ്പോൾ കാര്യമുണ്ട് നമ്മളെ ഈ ജീവിതത്തിൽ, ഈ സർവീസിൻ്റെ. എന്നിട്ട് ഞാൻ വണ്ടിയായിട്ട് അങ്ങനെ ഈ ഏറുകളുടെ ഗ്ലാസ് ഫുള്ള് പൊട്ടി. ഈ പൂവിലല്ലോ പോയി പഞ്ചസാര നിൽക്കും പോലെ നിൽക്കുമല്ലേ, പഞ്ചസാരൻ്റെ ഇത് നിൽക്കും പോലെ നിൽക്കുമല്ലോ ഗ്ലാസ് പൂവ്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പ് കൂടി ഓടിച്ച് അടിച്ച് വിട്ട് നുടഞ്ഞ് വേഗം വിട്ട വണ്ടി, നിർത്തേണ്ട വണ്ടിയാണ്, നേരെ പഠിച്ച് പോന്നു. അങ്ങനെ നമ്മളങ്ങനെ തന്നെ നാട്ടിലെത്തി. അപ്പോൾ ഉസ്താദിന് ഞാൻ വണ്ടി കമ്പനി കൊണ്ടുപോയി ഗ്ലാസ് മാറ്റി. ഉസ്താദിനോട് ആരൊക്കെയോ പറഞ്ഞിങ്ങനെ നമുക്ക് അതിന് കേസ് കൊടുക്കണമെന്ന്. ഉസ്താദ് പറഞ്ഞ് കേസ് കൊടുക്കണ്ട, കേസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വേറെ കൊടുത്തേക്ക്, ഇവിടെ ഞാൻ കേസ് കൊടുക്കുന്നില്ല. ഒരാൾ അള്ളാഹു താല ഒരാൾക്ക് എനിക്കൊരു വണ്ടി, അത് ഉസ്താദിന് ഒരാൾ വാങ്ങിക്കൊടുത്തായിരുന്നു, മലപ്പുറം ജില്ലയിലുള്ള ഒരാൾ ഉസ്താദിന് ഫ്രീ ആയിട്ട് വാങ്ങിക്കൊടുത്ത വണ്ടി. അത് അന്ന് ഒരാൾക്ക് എനിക്കൊരു വണ്ടി വാങ്ങിത്തരാൻ അള്ളാഹു താല തോന്നിപ്പിച്ചു കൊടുത്തു. വേറൊരാൾക്ക് അത് എറിഞ്ഞ് പൊട്ടിക്കാന്ന്, അത് അള്ളേ ആയിട്ട് ആയിക്കോട്ടെ ആര് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തില്ല. ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ മൊത്തത്തിലുള്ള ഒരു ജീവിതം ഒരു ദിവസം എങ്ങനെയൊക്കെ ഉണ്ടാവും? അപ്പോൾ നിങ്ങൾ ഏകദേശം സമയത്തോളം ഉസ്താദിൻ്റെ കൂടെ ഉണ്ടാവും? അതായത് ചിലപ്പോൾ അധികവും പിന്നെ എത്ര നേരം വൈകി വന്നാലും പരമാവധി കുട്ടികളെ ക്ലാസ് എടുക്കാൻ ഉസ്താദ് ഭയങ്കര താല്പര്യം കാണിക്കും. പിന്നെ ബുഖാരി ക്ലാസ് എങ്ങനെയെങ്കിലും നടക്കണം. പിന്നെ അത് വല്ലാതെ ക്ഷീണമായാലേ പോയി പിന്നെ ഇല്ലാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ നാട്ടിലില്ലാത്തപ്പോഴേ നടക്കണം. ബാക്കിയൊക്കെ സമയത്ത് ക്ലാസ് കാണും. ക്ലാസ് കഴിഞ്ഞാൽ
പിന്നെ കുറച്ചുറങ്ങും. ഒരു പരിപാടി വലിയ കാര്യമായ പരിപാടി ഇല്ലെങ്കിൽ കുറച്ചുറങ്ങും, അല്ലെങ്കിൽ തടി ക്ഷീണിച്ചു പോകുമല്ലോ. അത് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞാൽ പിന്നെ പരിപാടിയിലേക്ക് പോയി. പിന്നെ ഒന്നുകിൽ സ്ഥാപനത്തിൻ്റെ ആവശ്യം അവന് പോയി, അല്ലെങ്കിൽ പരിപാടികളിലേക്ക് പ്രോഗ്രാമുകളിലേക്ക് പോകും. ഇപ്പം ഉസ്താദിൻ്റെ സൂക്ഷ്മതനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉസ്താദ് കാണിക്കുന്ന സൂക്ഷ്മത. നിങ്ങൾക്ക് ഉസ്താദിൻ്റെ ഒരു സന്തത സഹചാരി എന്നുള്ള രീതിയിൽ എന്താണ് സൂക്ഷ്മത എന്ന് പറയുന്നത്? പറഞ്ഞാൽ ഉസ്താദുകൾ കണ്ടതല്ലാതെ ഉസ്താദ് പറയൂല. ഉസ്താദിന് ഒരു വിഷയം പറയണമെങ്കിൽ ഉസ്താദ് നേരിട്ട് കാണണം, കണ്ടിട്ടേ പോകും. അത് ചിലപ്പം കാണുന്നവരെ നോക്കി കണ്ടുപിടിച്ചിട്ട് അത് പറയും. സംശയമാക്കുന്ന അതിന് നിൽക്കൂല ഉസ്താദ്. അതാണ് ഒന്ന്. പിന്നെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തന്നെ എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര സൂക്ഷ്മത പുലർത്തുന്ന ആളാണ്. നമുക്കറിയാം, നമ്മളെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം ഉസ്താദിൻ്റെ സ്ഥാപനമായ നാദാപുരം ദാറുൽ ഹുദയിൽ നിന്ന് പിന്നെ കുറച്ച് മാങ്ങ പറിച്ചിട്ട് അവിടുത്തെ മേനേജർ ഇസ്മായിൽ സഖാഫി ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുകൊടുത്തപ്പോൾ വീട്ടിൽ വരെ ഉപയോഗിച്ചില്ല, അവിടെ വെച്ചു. രാത്രി ഉസ്താദ് വന്നപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെ മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ട് ദാറുൽ ഹുദയിൽ നിന്ന്. അപ്പോൾ ഉസ്താദ് നോക്കിയിട്ട് ഇസ്മായിൽ സഖാഫിനെ വിളിച്ചിട്ട്, ഇതിടുന്ന മാങ്ങ ഇതെങ്ങനെ കൊണ്ടുവന്ന്, ദാറുൽ ഹുദയിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ മാങ്ങ ഒന്ന് പറിച്ചാൽ അത് എനിക്ക് തരേണ്ടിയല്ലല്ലോ, എൻ്റെതല്ലത്. അത് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനില്ല, അവിടെ പഠിക്കുന്നത് അവിടെ അത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കൊടുത്തേക്കേണ്ടി എൻ്റെ സ്വത്തല്ല അല്ലത്, എന്തോ വില കൊടുത്തേച്ചാൽ. എന്നിട്ടത് ഏകദേശം എത്ര ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് അതൊരു ഏകദേശം ഒരു 2-3 കിലോ ഉണ്ടാകുന്നിട്ട് അതിനേക്കാളും കൂട്ടിയിട്ട് അന്നത്തെ വില എത്ര വിലയാണോ അന്നത്തെ വില അത് അടുത്ത് കൊടുത്ത് റെസീറ്റ് വാങ്ങി. അതെ, ഇൻഷാല്ലാ. നമുക്കറിയാം, ഈ ഇപ്പോൾ കേരള യാത്രൻ്റെ ഈ ഒരു സമയത്തും അല്ലെങ്കിൽ മറ്റേതിലൊക്കെ മദിനുമായിട്ടൊക്കെ ഒരുപാടായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് ഉസ്താദും, ഉസ്താദിൻ്റെ കൂടെ തന്നെ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് മദിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത്? ഇതിനെ പറ്റിയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഭയങ്കര സ്വീകരണം. അതായത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള സ്വീകരണമാണ്. ഇപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ കേരള യാത്രേൻ്റെ ഇവിടെ അന്ന് നിന്ന ആ സമയത്ത് നമ്മൾ എന്തെല്ലാണ് ഞമ്മക്കടക്കം കിറ്റ് ഒന്ന്, ഭക്ഷണത്തിൻ്റെ പിന്നെ പറയണ്ട, രണ്ടാമത്തത് കിറ്റ്, പിന്നെ നമ്മൾ വണ്ടികളെല്ലാം ഫുള്ള് കഴുകി സർവീസ് ചെയ്ത് ഇനിയൊന്നും ആക്കാൻ ബാക്കിയില്ല, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര സൗകര്യം ചെയ്യുന്ന സ്ഥാപനമാണ് മഅദിന് തങ്ങൾ ഉസ്താദ്. പിന്നെ ഇവിടെ മഅദിൻ്റെ പറയുകയാണെങ്കിൽ മഅദിന് പിന്നെ തങ്ങളിപ്പോൾ ഇവിടെ പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് മാറിയല്ലോ, കോണംപറന്ന് ഇവിടുത്തെ മാറി ആ സമ്മേളനത്തിന് ഞാനുണ്ട് ഇവിടെ. ഉസ്താദാണ് അന്ന് ഇവിടെ പ്രസംഗിച്ച്. ആ പ്രസംഗിക്കുമ്പോൾ ഞാനുണ്ട്, ഉസ്താദിൻ്റെ കൂടെ ഞാനുണ്ട്. ഇവിടെ സ്ഥാപിക്കുന്നത് ആ സമയത്ത് ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഉണ്ട്. അന്നത്തെ അന്നേ ചേർന്ന് നിൽക്കുന്നുണ്ട്. അന്നൊരു സൂമോ ആയിരുന്നു, ടാറ്റ സൂമോ, AC ഒന്നും ഇല്ലാത്തൊരു ടാറ്റ സൂമോ. ഞങ്ങൾ അതില്ലാത്ത യാത്രയില്ല, സങ്കടം, ഒരു വിഷമം കാണുമ്പോൾ. പിന്നെ അന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഞാൻ പരിപാടിക്ക് വന്നാൽ പിന്നെ തിരിച്ചു പോകേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് ഉറങ്ങും വണ്ടിയിൽ. അങ്ങനെ വണ്ടി അന്ന് കൊറോളയാണ്, ടൊയോട്ട കൊറോള വണ്ടി. അപ്പോൾ അതിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടിയുടെ ഡോറടിച്ച് ഭക്ഷണം കഴിക്കുന്നു, താക്കോലുള്ളിലായി. ആകെ ബേജാറ്, അദ്ദേഹത്തെ ഭക്ഷണമെല്ലാം ആകെ ബേജാറായി. ഉസ്താദ് പോകണ്ടായി, ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയും ചെയ്ത്. ഇതാണെങ്കിൽ ഈ ഗൾഫിൻ്റെ വണ്ടിയാണ്ട് അങ്ങനെ ഇങ്ങനെ എടുക്കാനാവില്ല. അപ്പം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ് ബേജാറാണ്ട, നമുക്ക് ഇവിടുത്തെ വണ്ടിയിൽ പോവാം. അങ്ങനെ ഞങ്ങൾ ഉസ്താദിനെ കൂട്ടി ഇവിടുന്ന് കുറ്റ്യാടിക്ക്, ഇവിടുത്തെ സൂമോയിൽ കുറ്റ്യാടിക്ക് പോയി. എന്നിട്ട് കുറ്റ്യാടിക്ക് പോയിട്ട് അവിടെ വേറെ ചാവിയുണ്ട്, ആ ചാവി എടുത്തിട്ട് ആ വണ്ടി തന്നെ ഞാൻ തിരിച്ച് വിടാൻ വന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തു പോയി. അങ്ങനെ അനുഭവം ഉണ്ടായിട്ട്. അങ്ങനെ ഒരു അനുഭവം 31 കൊല്ലമായി ഞാൻ ഉസ്താദിൻ്റെ കൂടെ. ഇതുവരെ അതായത് നമ്മളെ മനസ്സ് വേദനിക്കുന്നുണ്ടാവില്ല, ഉസ്താദിനെ പറഞ്ഞാലോ എന്ന് പറയുന്ന ഒരു മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇതുവരെ, ഇത്ര കാലമായിട്ട് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഉസ്താദിൻ്റെ വേറൊരു ഗുണമെന്ന്, അതായത് ഒരു ഉസ്താദിൻ്റെ ഒരു പിന്നെ ഇതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒന്നുകിൽ വീട്ടിൽ കൂടൽ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾക്ക് പോകുമ്പോൾ ഹദിയ കിട്ടും. ഇപ്പോൾ ഒന്നിടത്തെ വീടുകളിൽ നല്ല ഹദിയ തരുമല്ലോ. അപ്പോൾ ആ ഹദിയ തന്നാൽ ചിലപ്പോൾ ഖാദിമിനും കിട്ടും, എനിക്കും കിട്ടും, ഉസ്താദിനും കിട്ടും, എല്ലാം കൊടുക്കും.
അപ്പോൾ കൊടുത്ത് ഉസ്താദ് വണ്ടിയിൽ കയറിയ ഉടനെ പോയിക്കൊണ്ടിരിക്കും. ആരിലാണോ വണ്ടിയിലുള്ളത്, കൂടുതലൊന്നല്ല, വണ്ടിയിൽ അന്നേരം ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ആർക്കെല്ലാം പൈസ കിട്ടിയെന്ന് ചോദിക്കും. ഉസ്താദ് എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ എനിക്ക് പിന്നെ ചോദിക്കുകയില്ല, ഉസ്താദിന് കിട്ടിയ കവർന്ന് എടുത്തിട്ട് എനിക്ക് തരും, ഇസ്ഹാക്കിന് കൊടുക്കും. നമുക്ക് തരുമ്പോൾ നമുക്കവിടുന്ന് കിട്ടിയിട്ട് ഇസ്ഹാക്കിനവിടുന്ന് കിട്ടിയിരിക്കുന്നു പറയും. കിട്ടിയില്ലെങ്കിൽ നമുക്ക് തരും. അങ്ങനെ ആരാണോ കൂടുതൽ ഉസ്താദ് കൊടുക്കും. അവിടുന്ന് ഉസ്താദിന് കിട്ടിയ ഹദിയെന്ന് ഉസ്താദ് എല്ലാവർക്കും കൊടുക്കും. ഉസ്താദ് പറയും, ഈ വെള്ളം കോരുന്ന കിണറ്റിലെ ഉറവുണ്ടാവും, കയറാണിങ്ങനെ വെച്ചാൽ അതിന് ഉറവുണ്ടാവില്ല, അതങ്ങനെ കിടക്കുമായിട്ടും. അതാ ഉദാഹരണം പറയാം. അപ്പോൾ ഉസ്താദിന് കിട്ടിയാൽ അത് കിട്ടിയാൽ നമുക്കെല്ലാം തരും. അങ്ങനെ ഒരു ശീലമുണ്ട് ഉസ്താദിന്. പല ഉസ്താദന്മാർക്ക് ഉണ്ടാവുക ശീലം. നമ്മളതെല്ലാം അറിയോ, പലരും കൊടുക്കുന്നവരുണ്ട്, പലരും കൊടുക്കും. പിന്നെ അങ്ങനെ ഉസ്താദിന് ഒരാൾക്ക് കിട്ടിയാൽ മറ്റൊരുക്കും കൊടുക്കുക എന്നുള്ളത് അത് ഉസ്താദിൻ്റെ ഒരു ശീലമാണ്. മറ്റൊരിക്കും കൊടുക്കുന്നുണ്ടാവും, അത് നമ്മളറിയില്ല. നമ്മൾ ഉസ്താദിൻ്റെ അല്ല നമ്മൾ പറയുന്നത്. വേറൊരു ദിവസം നമുക്ക് ഇതേപോലെ ഒന്നും കൂടി കൂടാൻ. വലൈക്കും അസ്സലാം.